സർ, PM ആയുഷ്മാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന ഈ ഹെൽത്ത് പദ്ധതിക്കായി 27.6 കോടി രൂപ വകയിരുത്തുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 202 സർക്കാർ ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 566 ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ 42.45 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ 22.22 ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് മാത്രമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഇത് പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ 10% താഴെ മാത്രമാണ്. PMJAY കാസ്പ് പദ്ധതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ ആകെ ചെലവ് 1692.37 കോടി രൂപയായിരുന്നു സർ. എന്നാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടിയാണ്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് 2545.89 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രവിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും 3 ഇരട്ടിയാണ് ചെലവഴിക്കേണ്ടി വരുന്നതെന്നുള്ളത് തൊട്ടുമുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ, പക്ഷേ 3 ഇരട്ടി വരെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ.